അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, നമ്മൾ നിസ്സാരമായി കാണുന്ന പല കർമ്മങ്ങൾക്കും അള്ളാഹു വമ്പിച്ച പ്രതിഫലമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ അവയുടെ ഗൗരവം മനസ്സിലാക്കാതെ നമ്മൾ ആ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയാണ്. ഒന്ന് രണ്ടെണ്ണം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, ഒരു മിനിറ്റിൽ ഖുർആനിന്റെ 1/3 പാരായണം ചെയ്യപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അത് ഖുർആനിലെ 1/3 പാരായണം ചെയ്യുന്നതിന് തുല്യമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. 2, വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ പ്രവാചകൻ പറഞ്ഞു, എല്ലാ ഒരു മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോറ്റാൽ അത് ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന് തുല്യമാണ്. 3, ഒരു പർവ്വതം കണക്കെ നന്മ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ അയാൾക്ക് 1 ഖിറാത്ത് പ്രതിഫലമുണ്ട്. ആ മയ്യിത്ത് മറമാടുന്നവരെ അയാൾ പങ്കെടുത്താൽ അയാൾക്ക് 2 ഖിറാത്ത് പ്രതിഫലമുണ്ട്. സഹാബികൾ ചോദിച്ചു, എന്താണ് 2 ഖിറാത്ത്? പ്രവാചകൻ പറഞ്ഞു, 2 ഉഹുദ് മലയോളം വലിപ്പമുണ്ട്. 1 ഖിറാത്ത് എന്നത് 1 ഉഹുദ് മലയോളം വലിപ്പം. 4, സ്വർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയായിരിക്കും. 5, അള്ളാഹുവിന്റെ സാമീപ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തന്റെ രക്ഷിതാവുമായി ഒരു അടിമ ഏറ്റവും അടുത്ത സമയം അയാൾ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. 6, സ്വർഗത്തിൽ ഒരു വീടുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി പണിഞ്ഞാൽ അവന് സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് പണിയും. 7, അള്ളാഹുവിന്റെ ഇഷ്ടത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഭക്ഷണം കഴിച്ചു എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വല്ലതും കുടിച്ചു എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, എങ്കിൽ തീർച്ചയായും അള്ളാഹു ആ അടിമയെ ഇഷ്ടപ്പെടും. 8, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന അള്ളാഹു വെറുതെ മടക്കുകയില്ല. 9, സ്വർഗത്തിൽ ഒരു നിധി കരസ്ഥമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ സ്വർഗത്തിലെ നിധിക്ക് തുല്യമാണ്. ഇതിന്റെ അർത്ഥം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. 10, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുകയും നോമ്പനുഷ്ഠിക്കുന്നവന്റെയോ രാത്രി നമസ്കരിക്കുന്നവന്റെയോ പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിധവകളുടെയും സാധുക്കളുടെയും സംരക്ഷണത്തിന് പ്രവർത്തിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയവനെ പോലെയാണ്. അവൻ ക്ഷീണിക്കാതെ നമസ്കരിച്ചവനെ പോലെയാണ്. അവൻ എന്നെന്നും നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയാണ്. 11, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഗ്യാരണ്ടി നൽകിയവരുടെ കൂട്ടത്തിൽ പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എനിക്ക് 2 താടികൾക്കിടയിലുള്ള നാവിനെയും 2 കാലുകൾക്കിടയിലുള്ള ലൈംഗികാവയത്തെയും സൂക്ഷിക്കാമെന്ന് ഗ്യാരണ്ടി നൽകിയാൽ അതിന് ഞാൻ സ്വർഗം ഗ്യാരണ്ടി നിൽക്കുന്നതാണ്. 12, മരണശേഷവും നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ സൽക്കർമ്മങ്ങളും നിലച്ചു പോകും, 3 കാര്യങ്ങൾ ഒഴിച്ച്. 1, നിലനിൽക്കുന്ന സമ്പാദ്യം, അതായത് ജാരിയായ സദഖ. 2, പകർന്നു കൊടുത്ത അറിവ്. 3, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്തതി. 13, രാത്രി മുഴുവൻ നമസ്കരിച്ചും തുല്യമായ പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും സുബഹി നമസ്കാരവും ഇശാ നമസ്കാരവും ജമാഅത്തായി നമസ്കരിച്ചാൽ അയാൾക്ക് രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ്. 14, പരലോകത്ത് നന്മ കൊണ്ട് തുലാസ്, മീസാൻ, കനം തൂങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 വാക്കുകൾ കാരുണ്യവാനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, നാവിനും വളരെ എളുപ്പവുമുള്ളതാണ്. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നതുമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നതാണ് ആ വാക്ക്. ഇതിന്റെ അർത്ഥം, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, മഹോന്നതനായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. 15, പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെ കാണാൻ ഇഷ്ടപ്പെടും. 16, ഉന്നതിയിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് വിനയം കാണിച്ച ഒരാളെയും അള്ളാഹു ഉയർത്താതിരുന്നിട്ടില്ല. 17, നരകാഗ്നിയെ തൊട്ട് 70 വർഷത്തെ ദൂരം അകറ്റപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ഒരു ദിവസം നോമ്പെടുത്താൽ അവന്റെ മുഖത്തെ അള്ളാഹു 70 വർഷത്തെ ദൂരം നരകാഗ്നിയിൽ നിന്ന് അകറ്റാതിരിക്കില്ല. 18, ദീർഘായുസ്സും ഉപജീവന മാർഗത്തിൽ വിശാലതയും നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപജീവന മാർഗത്തിൽ വിശാലതയും ദീർഘായുസ്സും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുകയും എന്നിട്ട് സൂര്യോദയം വരെ അള്ളാഹുവിനെ ഓർത്തിരിക്കുകയും എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവനൊരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട്. ഇതിന് സലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. 20 70,000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗിയെ സന്ദർശിക്കുക. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഗുഹയിൽ അകപ്പെട്ട 3 പേർ. ഗുഹ ഇരുട്ടായിരുന്നു. അങ്ങനെ ആരോ വിളിച്ചു പറഞ്ഞു, ഗുഹയിലുള്ള കല്ലുകൾ നിങ്ങൾ പറക്കിക്കൊള്ളൂ, നിങ്ങൾക്കത് ഉപകാരപ്പെട്ടേക്കാം. അങ്ങനെ ആദ്യത്തെ ആൾ തപ്പിയും തടഞ്ഞും ഒരുപാട് കല്ലുകൾ വാരി സഞ്ചിയിലും കയ്യിലും ബാഗിലും ഒക്കെ നിറച്ചു. ആകെ ഇരുട്ടായിരുന്നു. രണ്ടാമത്തെ ആൾ ആരോ പറഞ്ഞതല്ലേ, എന്തായാലും കുറച്ച് കല്ലുകൾ വാരി കയ്യിൽ സൂക്ഷിച്ചു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുകയാണ്, അതിന്റെ ഇടയ്ക്ക് എന്തിനാ കല്ലുകൾ വാരുന്നത്, നിസ്സാരമായ കല്ലുകൾ എന്ന് പറഞ്ഞ് ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിലെടുത്തില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു തുറവി ഒരു ഗുഹയുടെ കവാടം അവർക്ക് തുറന്നു കിട്ടി. അങ്ങനെ അവർ 3 പേര് പുറത്തേക്ക് ചാടി. രാവിലെയായി, സൂര്യൻ ഉദിച്ചു. അങ്ങനെ അവരുടെ കയ്യിലേക്കുള്ള കല്ലുകളിൽ അവർ നോക്കുമ്പോൾ അതും വെറും കല്ലുകളായിരുന്നില്ല, അത് രത്നങ്ങളും വൈരങ്ങളുമായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ആദ്യത്തെ ആളുടെ സന്തോഷം എന്തായിരിക്കും? ആദ്യത്തെ ആളുടെ സന്തോഷം എന്താ? ഒരുപാട് കല്ലുകൾ വാരിയ. പക്ഷെ അയാൾക്കൊരു ദുഃഖമുണ്ടാവും, കുറച്ചുകൂടി വാരായിരുന്നു, കുറച്ചുകൂടി എടുക്കാമായിരുന്നു. രണ്ടാമത്തെ ആളുടെ ദുഃഖം എന്തായിരിക്കും? മൂന്നാമത്തെ ആളുടെ ദുഃഖം എന്തായിരിക്കും? ഒരു കല്ലുകൾ പോലും പറക്കിയില്ല, നിസ്സാരം എന്ന് കരുതി അതിനെ എടുത്തില്ല. ഇതുപോലെയാണ് നിസ്സാരമായി കാണുന്ന കർമ്മങ്ങൾ. പരലോകത്തെത്തുമ്പോഴേ അതിന്റെ വില നമുക്ക് മനസ്സിലാവൂ. അതുകൊണ്ട് ഇത് കേട്ടവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അവർ ഇത് കേൾക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് പരമാവധി ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.